ഗേറ്റ്വേയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിഷ്വൽ ബേസിക് ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രോഗ്രാമുകൾ തയ്യാറാക്കുന്നതെന്നുള്ള വിഷയങ്ങളെ പറ്റിയാണ് പഠിച്ചിരുന്നത്. ഇത് നമ്മളൊരു ചെറിയൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് ഒന്ന് റൺ ചെയ്ത് നമുക്ക് ആദ്യം ഒന്ന് കാണാം. ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ പോവുകയാണ്. റൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി. ഇതൊരു പേഷ്യൻ്റ് ഡേറ്റ മാനേജ്മെന്റ് സിസ്റ്റമാണ്. ഒരു ഡോക്ടർക്ക് ഒരു കൺസൾട്ടിങ് സെന്ററിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. പേഷ്യന്റിന്റെ ഡേറ്റ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഫസ്റ്റിലെ ഒരു ലോഗിൻ വിൻഡോ കാണാം. ഇവിടെ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുന്ന രീതിയാണുള്ളത്. അതുകൂടാതെ നമുക്കത് ക്ലിയർ ചെയ്യാൻ, ഇപ്പം നമ്മൾ ടെക്സ്റ്റ് ബോക്സിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പം ലോഗിൻ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ലോഗ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ യൂസർ ഐ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നത് അഡ്മിൻ എന്നാണ്. ഞാനത് ടൈപ്പ് ചെയ്യുമ്പോൾ ADMIN അഡ്മിൻ. പാസ്വേഡായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന പാസ്വേഡും തന്നെയാണ്. ഞാനത് ടൈപ്പ് ചെയ്യാണ്. പാസ്വേഡ് WORD. അതിനുശേഷം ഞാൻ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പം നമ്മളൊരു ലോഗിൻ വിൻഡോയിൽ നിന്നും ഒരു ഹോം പേജിലേക്ക് പ്രവേശിച്ചു. ഇപ്പോൾ ഒരു സെക്കൻഡ് ഫോമാണിത്. ആദ്യത്തെ ഫോമിൽ നിന്ന് രണ്ടാമത്തെ ഫോമിലേക്ക് ആണ് നമ്മൾ പ്രവേശിച്ചത്. ഇവിടെ 3 ഓപ്ഷനുകളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പേഷ്യന്റ്, ക്വിക്ക് റിപ്പോർട്ട്, പ്രിസ്ക്രിപ്ഷൻ. ഫസ്റ്റ് വൺ ഈസ് ദ പേഷ്യന്റ്. പേഷ്യന്റ് എന്നുള്ള ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ഞാൻ പേഷ്യന്റ് എന്നുള്ള ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തു. ഇവിടെ ഒരു പുതിയ ഫോമിലേക്ക് പോയി, അല്ലെങ്കിൽ പുതിയൊരു വിൻഡോയിലേക്ക് പോയി. ഇവിടെ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റിന്റെ വിവരങ്ങൾ ആഡ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ ഫസ്റ്റിലേക്ക് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഒരു ഡാറ്റ ആഡ് ചെയ്ത് നോക്കാം. ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം പ്ലീസ് ആഡ് ഡീറ്റെയിൽസ്, ക്ലിക്ക് സേവ് ബട്ടൺ. ഡീറ്റെയിൽ ആഡ് ചെയ്തതിനു ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട് പറയുന്നു. ഞാൻ ആദ്യം ഒരു MR നമ്പറായിട്ടൊരു നമ്പർ ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. 125. ഒരു പേര് കൊടുക്കുവാണ്. സന്തോഷ്. ഏജ് ഒരു 26 എന്ന് കൊടുത്തു. സെക്സ് മെയില്. മൊബൈൽ നമ്പർ ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ചെയ്യാൻ വേണ്ടി സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സേവ് സക്സസ്ഫുള്ളി സേവ് ദ ഡീറ്റെയിൽസ് സേവ് ആയി. ഇവിടെ നമുക്ക് അത് കൂടാതെ ഇപ്പം അത് ആഡ് ചെയ്യാനും അതിൽ നമുക്ക് റെക്കോർഡിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് റെക്കോർഡാണോ മാറ്റം വരുന്നത് ഇവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നെക്സ്റ്റും പ്രീവിയസും ബട്ടണുകൾ ഉപയോഗിച്ച് നമുക്ക് പഴയ റെക്കോർഡുകൾ കാണാനായിട്ട് സാധിക്കും. ഞാൻ നെക്സ്റ്റ് ബട്ടൺ ഉപയോഗിച്ചിട്ട് അതിനുശേഷം ആഡ് ചെയ്തിട്ടുള്ള എല്ലാ റെക്കോർഡുകളും കാണാൻ പറ്റും. ഇപ്പം ഏതെങ്കിലും റെക്കോർഡ് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഡോക്ടർ ഫില്ല് ചെയ്യേണ്ട കുറേ കോളംസ് ആണ്. നമുക്ക് ഡോക്ടറിന് ഉള്ള ഡിറ്റക്ഷൻ, അത് അവരെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളെ പറ്റി, ഹിസ്റ്ററി, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ, ഡയഗ്നൈസിങ്, ട്രീറ്റ്മെന്റ്, ഫോളോ അപ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഡോക്ടർ ഫില്ല് ചെയ്യുന്ന രീതിയിൽ ആണ് ഇത് ക്രമപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് നമുക്ക് ഇവിടെ ഡിലീറ്റ് ഉണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത റെക്കോർഡുകൾ വേണമെങ്കിൽ, ഇപ്പോൾ ഒരു റെക്കോർഡ് നമുക്കിവിടെ വേണ്ട, ഇപ്പം 201 റെക്കോർഡ് വേണ്ടെങ്കിൽ ഡിലീറ്റ് കൊടുക്കാം. ഡിലീറ്റ്. ഡു യു വാണ്ട് ടു ഡിലീറ്റ്? എസ്. ഓക്കെ, റെക്കോർഡ് ഡിലീറ്റ് ആയി. റെക്കോർഡുകൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ടോഗിൾ ചെയ്യാൻ, നമുക്ക് റെക്കോർഡുകൾ മാറി മാറി കാണാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് റെക്കോർഡിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് ഒരു മെസ്സേജ് വന്നത്. നമുക്ക് ഓരോ റെക്കോർഡുകളും കാണാൻ പറ്റും. ഇനി നമുക്ക് അത് കൂടാതെ നമുക്ക് MR നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്കത് സെർച്ച്, ഇപ്പോൾ ഒരു ഒത്തിരി ഡേറ്റ ഉണ്ടെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് അവരുടെ MR നമ്പർ ഉപയോഗിച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള. ഇപ്പം 102ാമത്തെ ആളിനെ കണ്ടുപിടിക്കുക. 102 എന്നുള്ളത് കൊടുക്കുക. സെർച്ച് കൊടുക്കുക. 102ാമത്തെ വ്യക്തിയുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഇപ്പം 110ാമത്തെ ആളുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. 110 സെർച്ച്. MR നമ്പർ ഉപയോഗിച്ച് നമുക്ക് ഇപ്പം 110 എന്നുള്ള റെക്കോർഡില്ല. 104 സെർച്ച്. 104 ഇല്ല. ഇപ്പൊ നമുക്ക് 104 ഒന്നുമില്ല. 108 ഉണ്ട്, അല്ലെങ്കിൽ 108 ഉണ്ട്. ഇപ്പൊ 108 എന്ന് കൊടുക്കും. 108 സെർച്ച്. 108ാമത്തെ റെക്കോർഡ് കാണിക്കും. നമുക്ക് ഏത് MR നമ്പർ കൊടുത്താലും അതിനകത്ത് എക്സിസ്റ്റിംഗ് ആണെങ്കിൽ ആ റെക്കോർഡ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത്രയും ആഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും
ആഡ് ചെയ്യുന്ന റെക്കോർഡ് സേവ് ചെയ്യാനും ആവശ്യമില്ലാത്ത റെക്കോർഡ് ഡിലീറ്റ് ചെയ്യാനും അതിൽ എല്ലാ റെക്കോർഡുകളും നമുക്ക് ടോഗിൾ ചെയ്ത് കാണാനായിട്ടുള്ള ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആരോസ്, നമുക്ക് പ്രീവിയസ് റെക്കോർഡ്സ് കാണാൻ, നെക്സ്റ്റ് റെക്കോർഡ്സ് കാണാനായിട്ട്. പിന്നെ MR നമ്പർ സെർച്ച് ചെയ്യാനായിട്ട് നമുക്കൊരു MR നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിലുള്ള റെക്കോർഡ് സെർച്ച് ചെയ്യാൻ പറ്റുന്നത് സെർച്ച് ചെയ്യുമ്പോൾ ആ റെക്കോർഡായിരിക്കും ഇവിടെ കാണിക്കും. അതിനുശേഷം ഞാൻ ഇതിൽ നിന്ന് വെളിയിലേക്ക് പോവുകയാണ്. ഹോം കീ പ്രസ് ചെയ്ത് ഹോം വിൻഡോയിലേക്ക് പോയി. അതിനുശേഷം നമുക്ക് ആഡ് ചെയ്ത റെക്കോർഡൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു ഡീറ്റെയിൽസ് എടുക്കണമെങ്കിൽ ക്വിക്ക് റിപ്പോർട്ട് എടുത്തിട്ട് പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, പേഷ്യൻസുകളുടെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കുന്നത് കിട്ടും. ഇപ്പോൾ എല്ലാ കോളവും ഞാൻ ഫില്ല് ചെയ്തിട്ടില്ല, സാമ്പിളായിട്ട് ചെയ്തതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള കോളംസ് എല്ലാം നമുക്ക് ഒന്നിച്ച് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് കൂടാതെ പ്രിസ്ക്രിപ്ഷൻ, നമ്മൾ ഡോക്ടർക്ക് പ്രിസ്ക്രിപ്ഷൻ എഴുതി പ്രിന്റ് എടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. പേഷ്യന്റ്, ക്വിക്ക് റിപ്പോർട്ട്, പ്രിസ്ക്രിപ്ഷൻ, അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ലോഗ് ഔട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ലോഗ് ഔട്ട്, യു ആർ സക്സസ്ഫുള്ളി ലോഗ് ഔട്ട്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് കിറ്റായി വെളിയിൽ വന്നു. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ, ഇവിടെ ഞാൻ 5 ഫോം ഉപയോഗിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു ലോഗിൻ വിൻഡോയാണ്. സെക്കൻഡ് ഫോം എന്ന് പറയുന്നത് ഹോം വിൻഡോയാണ്. തേർഡ് എന്ന് പറയുന്നത് നമ്മൾ റെക്കോർഡുകൾ ആഡ് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാൻ ഉപയോഗിച്ചുള്ള ഫോമാണ്. മറ്റേ റിപ്പോർട്ട് വേണ്ടിയിട്ടുള്ള ഒരു വിൻഡോ, അതേപോലെ തന്നെ പ്രിസ്ക്രിപ്ഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു വിൻഡോ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പേഷ്യൻ്റ് ഡാറ്റാ മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ള ഹെഡിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു ഇമേജ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ഡോക്ടർ സിമ്പിൾ എന്നുള്ള രീതിയിലാണ് പിക്ചർ കൊടുത്തിട്ടുള്ളത്. പിന്നെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്രൂപ്പ് ബോക്സിലാണ് അല്ലെങ്കിൽ ഒരു ഫ്രെയിമിനുള്ളിലാണ് ഇത് രണ്ടും കൊടുത്തിട്ടുള്ളത്. ഉണ്ട് കമാൻഡ് ബട്ടൺ ഉണ്ട്, ലോഗ് ഔട്ട് ഉണ്ട്. ഇപ്പൊ ലോഗിൻ ബട്ടന്റെ ഇവന്റിൽ എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതായത് നമ്മൾ യൂസർ നെയിമായിട്ട് അഡ്മിനും പാസ്വേഡ് എന്നാണ് കൊടുത്തത്. അതുകൊണ്ടാണ് text1.text=admin and text2.text=password then form2.show. അതായത് ആദ്യത്തെ ടെക്സ്റ്റ് ബോക്സിൽ അഡ്മിൻ എന്നും രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിൽ പാസ്വേഡ് എന്നും വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഫോം കാണിക്കണം എന്നാണ്. അതിനോടൊപ്പം തന്നെ ഫോം 1 ഹൈഡ് ചെയ്യണം, രണ്ടാമത്തെ ഫോം കാണിക്കുമ്പോൾ ആദ്യത്തെ ഫോം ഹൈഡ് ചെയ്യണം. ഇനി ഇതല്ല നമ്മൾ കൊടുക്കുന്നത്, ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ മെസ്സേജ് ബോക്സ് കാണിക്കുന്നത് ഇൻവാലിഡ് യൂസർ ഐ ഡി ഒരു പാസ്വേഡ്, അങ്ങനെ വേറെ മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. റീഫിൽ തുടങ്ങുന്നതുകൊണ്ട് അതിന്റെ ക്ലോസിംഗ് ആണ് എൻജിൻ. പിന്നെ ഉള്ളത് ഒരു ക്ലിയർ ബട്ടൺ ആണ്. ക്ലിയർ ബട്ടൺ ഇവന്റിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, text1 text2 ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു ഓപ്പൺ കൊട്ടേഷൻ ഉപയോഗിച്ചാണ് ക്ലിയറിംഗ് ചെയ്തിരിക്കുന്നത്. text1.setFocus വീണ്ടും text1ലേക്ക് കർസർ മൂവ് ചെയ്യണം. അതിനുശേഷം പിന്നെ കൊടുത്തേക്കുന്ന ഓരോ ബട്ടന്റെ ഇവന്റ് നോക്കാം. ദെൻ ലോഗ് ഔട്ട് എന്നുള്ള ബട്ടണിന്റെ അകത്ത് ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് ബോക്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. എൻഡ് എന്നുള്ളത് പ്രോഗ്രാം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പ്രോഗ്രാം എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡാണ് എൻഡ്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഫസ്റ്റ് ഫോമിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ സെക്കൻഡ് ഫോമിലേക്ക് പോകാം. സെക്കൻഡ് ഫോമിന്റെ കോഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സെക്കൻഡ് ഫോമിൽ പ്രത്യേകിച്ച് കോഡുകളൊന്നും തന്നെയില്ല. കോഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഒന്ന് നമ്മൾ ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ കാണുന്ന ഒരു മെസ്സേജ് ബോക്സ്, പിന്നെ നമ്മൾ ഓരോ ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ഫോമിലേക്കാണ് പോകേണ്ടത്, അതിപ്പോൾ ഏത് ഫോമിലേക്കാണ് പോകേണ്ടത് ആ ഫോം ഡോട്ട് ഷോ, ഏത് ഫോമാണ് ക്ലോസ് ചെയ്യേണ്ടത് അത് ഡോട്ട് ഹൈഡ് എന്നാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഉള്ളൊരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനിയും ഫോം 3യിലേക്ക് പോകുമ്പോൾ, ഫോം 3 എന്ന് പറയുമ്പോൾ ഇതാണ്, ഇതിലാണ് കൂടുതൽ കമാൻഡുകൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫോം 3യിലേക്ക് വരുമ്പോൾ പല ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്ന് ഫോം 3യിലേക്ക് വരുമ്പോൾ ആഡ്, അതിലൊരു ഡാറ്റ കൺട്രോൾ ഉപയോഗിച്ച് ഡാറ്റാബേസിനെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഡാറ്റാബേസ് ഫയൽ ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഡാറ്റാബേസ് എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അതിനെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇതേപോലെ ഒരു കുറെ ടെക്സ്റ്റ് ബോക്സുകളും കമാൻഡ് ബട്ടണുകളും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ആഡ് എന്നുള്ള ബട്ടന്റെ ഇവന്റിൽ സിമ്പിൾ ആയിട്ടൊരു മെസ്സേജ്, ഒരു കമാൻഡ് അവിടെ data1.records.addനും റെക്കോർഡിലേക്ക് ഡാറ്റാബേസിലേക്ക് റെക്കോർഡുകൾ ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു കമാൻഡാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ എഡിറ്റ് എന്നുള്ള ബട്ടണിനകത്തും അതേപോലെ തന്നെ ഒരു കമാൻഡാണ് നമ്മൾ നേരത്തെ പഠിച്ചാണ് data1.records.edit. പിന്നെ അതിന് അനുസൃതമായിട്ടുള്ള ഒരു മെസ്സേജ് ബോക്സും കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് സേവ് എന്നുള്ള ബട്ടന്റെ കമാൻഡ് എന്ന് പറഞ്ഞാൽ data1.records.addനും അതിനുശേഷം അത് ആഡ് ചെയ്തായിട്ട് കാണിക്കണം. പിന്നെ റിഫ്രഷ് ചെയ്യണം. പിന്നെ ആ ഫോമിലേക്ക് തന്നെ വരാൻ വേണ്ടിയിട്ട് ഞാനത് ഷോ ഹൈഡ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം.
പിന്നെ ഡിലീറ്റ് എന്നുള്ള ബട്ടൻ്റെ ഇവന്റിൽ ഡേറ്റ 1 ഡോട്ട് റെക്കോർഡ് സെറ്റ് ഡോട്ട് ഡിലീറ്റ് എന്നാണ്. പക്ഷെ ഡിലീറ്റ് ചെയ്തതിന് മുമ്പ് നമുക്കൊരു മെസ്സേജ് ചോദിച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് ഒരു മെസ്സേജ് ബോക്സ് കൊടുത്തിട്ടുണ്ട്, അവിടെ എസ് ഓർ നോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അവിടെ എസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഡിലീറ്റ് ആവും. അതേപോലെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത റെക്കോർഡിലേക്ക് മാറും. ഇനി നമ്മൾ ഡിലീറ്റ് ചെയ്ത എല്ലാ റെക്കോർഡുകളും ഡിലീറ്റ് ചെയ്ത് തീർന്നതിന് ശേഷം അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻഡ് ഓഫ് ഫയൽ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാ റെക്കോർഡുകളും ഡിലീറ്റ് ചെയ്തെങ്കിൽ അവിടെ തന്നെ നീക്കണം. പിന്നെ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ റെക്കോർഡുകൾ കാണത്തില്ല. അന്നേരം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കമാൻഡ് കൊണ്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നീട് സെർച്ചിനുള്ള കമാൻഡ് നിങ്ങൾക്കറിയാം. മൂവ് ടു ഫസ്റ്റ് റെക്കോർഡിലോട്ട് പോകാനായിട്ട് മൂവ് പ്രീവിയസ്, ലാസ്റ്റ് റെക്കോർഡിലോട്ട് പോകാനായിട്ട് മൂവ് ലാസ്റ്റ്. ഈ രണ്ട് കമാൻഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, മൂവ് നെക്സ്റ്റും മൂവ് പ്രീവിയസും. അത് ആണ് ഇവിടെ. പിന്നെ സെർച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡ് ഇവിടെ, സെർച്ച് ബട്ടന്റെ കമാൻഡ് കൊടുത്തിട്ടുണ്ട്. സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈൻഡ് ഫസ്റ്റ് എന്നുള്ളൊരു കമാൻഡാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഡേറ്റ 1 ഡോട്ട് റെക്കോർഡ് സെറ്റ് ഡോട്ട് ഫൈൻഡ് ഫസ്റ്റ്. അതുപോലെ തന്നെ ഇത് MR നമ്പർ, അതുപോലെ തന്നെ ടെക്സ്റ്റ് 19 ടെക്സ്റ്റ്, അതായത് നമ്മൾ കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് ആണ് സെർച്ച് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ റെക്കോർഡ് കാണിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നോ മാച്ച്, അതായത് മാച്ച് ചെയ്യുന്ന റെക്കോർഡുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നോ സച്ച് റെക്കോർഡ് ഫൗണ്ട് എന്നുള്ള മെസ്സേജ് കാണിക്കണം എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് ഫൈൻഡ് ഫസ്റ്റ് എന്നുള്ളൊരു കമാൻഡ് ഉപയോഗിച്ചാണ് ഇവിടെ സെർച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ MR നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഈ നമ്പറിന്റെ ബേസിലാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. അത് ആ ടെക്സ്റ്റ് ബോക്സിൽ ഉണ്ടോ എന്നുള്ള കാര്യം സെർച്ച് ചെയ്യുന്നു. ടെക്സ്റ്റ് ബോക്സിൽ ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ഇല്ല എന്ന് കാണിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണുള്ളത്. പിന്നെ ഹോം കീയിലേക്ക് ഹോം ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോം 2ലേക്ക് തിരികെ പോകാനായിട്ട് ഫോം 3യുടെ വിസിബിലിറ്റി ഫോൾസ് ആകുന്നു, ഫോം 2ലേക്ക് ഫോം 2 വിസിബിൾ ആക്കും. ഇങ്ങനെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഫോം 4ലേക്ക് പോകുമ്പോൾ റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ഉപയോഗിച്ച ഡാറ്റ ഗ്രിഡ് കൺട്രോൾ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഗ്രിഡ് കൺട്രോൾ ഉപയോഗിച്ച് ഡാറ്റാബേസ് ഡിസ്പ്ലേ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. ഡാറ്റാബേസിനെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഡാറ്റ കൺട്രോളും ഉണ്ട്. ഡാറ്റ കൺട്രോൾ ഇവിടെ വിസിബിൾ അല്ലെന്ന് മാത്രം ഇവിടെ നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും. ഡാറ്റ കൺട്രോൾ ഉണ്ട് ഇവിടെ. ഡാറ്റ 1 ഇവിടെ ഡാറ്റ കൺട്രോൾ. ഇതിന്റെ പുറത്ത് നമ്മൾ ഗ്രിഡ് വരച്ചേക്കുന്നുണ്ടാണ് അത് കാണാൻ സാധിക്കാത്തത്. ഇതിന്റെ അടിയിലുണ്ട് ഓൾറെഡി. അവിടെ ഒരു ഡാറ്റാബേസിനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡാറ്റാബേസ് എന്ന് പറയുന്ന ഒരു കണക്ഷൻ ഇവിടെ ഉണ്ട്. ഇതുകൂടാതെ ഫോം 5 എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു പിന്നെ ടെക്സ്റ്റ് ബോക്സ് ഞാനിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രിന്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പ്രിന്റിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ഒരു പ്രിന്റ് ഡയലോഗ് ബോക്സ് വരാൻ വേണ്ടി നമുക്കറിയാം കോമൺ ഡയലോഗ് കൺട്രോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ കോമൺ ഡയലോഗ് കൺട്രോൾ ഉപയോഗിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് കോമൺ ഡയലോഗ് കൺട്രോൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഇതിനകത്ത് നമുക്ക് പ്രിന്റ് ഡയലോഗ് ബോക്സ് വരാൻ പ്രിന്റ് ഫോം എന്നുള്ളൊരു കമാൻഡ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫോം പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഒരെണ്ണമാണ്. നമുക്കത് പ്രിന്റ് ഫോം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോം അതേപോലെ തന്നെ പ്രിന്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനിവിടെ കോമൺ ഡയലോഗ് കൺട്രോൾ യൂസ് ചെയ്തിട്ടുണ്ട്. കോമൺ ഡയലോഗ് കൺട്രോൾ ഉണ്ടെങ്കിൽ പ്രിന്റ് ഡയലോഗ് ബോക്സുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ സേവും ഓപ്പണും അതിൽ തന്നെ കളറും ഫോണ്ടും ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ കോമൺ ഡയലോഗ് കൺട്രോൾ വേണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോഡിലുള്ളത്. ഈ കോഡ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കുക. ഈ പ്രോഗ്രാം നിങ്ങളൊന്ന് സാമ്പിളായിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പ്രോഗ്രാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.